മാപ്പിള രാമായണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മണിയൂർ പോലെയുള്ള ഏറ്റവും മാനവികതയ്ക്ക് ഏറ്റവും മുൻതൂക്കമുള്ള ഒരു പ്രദേശത്ത് വന്ന് മാപ്പിള രാമായണം എന്ന രാമൻ അല്ലെങ്കിൽ രാമായണം ഞങ്ങളതാണെന്ന് പറയുമ്പോൾ അപ്പോൾ അത് നമ്മുടേതാണെന്ന് പറയുന്ന പാട്ട് സംഘമാണ് പാട്ടുപുര. അപ്പം അതിലൊക്കെ TH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ നമുക്കെത്തിയ ഒരു വലിയ മഹാകാവ്യമാണ്. ഏതാണ്ട് 300-ലേറെ രാമായണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാമായണം തന്നെയാണ് മാപ്പിള രാമായണത്തിലെ ഏതാനും ചില വരികൾ വിനീഷ് മണിയൂർ പാടുന്നത്. ലാമ 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 പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കേട്ടതല്ലേ നമ്മളി രാമായണം കഥ പാട്ട്. ഹൈ ലാമ 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 കർക്കടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട് കാത് രണ്ടിലും വിരല് ചൊല്ലി ചോരി കൂട്ടും പാട്ട്. ലാമ 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 മൂന്നു പെണ്ണിന ദശരഥൻ നിക്കാഹി ചെയ്ത പാട്ട് അമ്മി കുമ്മായം മറിഞ്ഞു മക്കളില്ല പാട്ട്. ലാമ 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 കെട്ടിയോക്ക് വരം കൊടുത്ത് സുയിപ്പിലായ പാട്ട് ലങ്കബാണോ 10 മൂക്കനലാക്കിലായ പാട്ട്. ലാമ 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 ലാമ. എനിക്കൊന്നും ഈ കാലത്തിന്റെ ആവശ്യം ഈ പാട്ടുകളൊക്കെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ തന്നെ ഒരു രാഷ്ട്രീയമാണ് അല്ലേ? അപ്പോൾ ആ രാഷ്ട്രീയത്തോടൊപ്പമാണ് പാട്ടുപുരയും നിൽക്കുന്നത്. നമ്മളും ആ രാഷ്ട്രീയത്തോടൊപ്പം തന്നെയാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ രാമന്മാർ, വ്യത്യസ്തങ്ങളായ കഥകൾ, പാട്ടുകൾ, ആ പാട്ടുകളിലൂടെയും പ്രാദേശിക ചരിത്രങ്ങളുടെ വൈവിധ്യങ്ങളിലൂടെയുമാണ് നമ്മുടെ നാടായത് അല്ലേ? അതെ. കാരണം വെച്ചാൽ ഇപ്പം ഞാനൊരു പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം 82 വയസ്സ് വീട്ടിലില്ല. അപ്പം 2018 കേരള ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കിട്ടിയ ആളാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ മറ്റുള്ള പാട്ടുകളൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംഗീതത്തിനോ കലയോ മോശമാക്കി പറയുന്നില്ല. ഞങ്ങളുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ താവഴി പാട്ടുകളാണ്. കാരണം അമ്മ വഴി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന പാട്ടുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടും സംരക്ഷിക്കും. പാട്ടും ജനതയും എന്ന് പറയുന്നത് പിന്നെ ഒരു ഇപ്പം ഈ അവസരത്തിൽ ഒരു സംഗതിയോട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാകും. കാരണം ഞാൻ പാലാപ്പള്ളി പാടിയ സമയത്ത് സിനിമയിൽ വന്നപ്പം എന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. അത് ഞങ്ങളുടെ പാട്ടാണ്, ഞങ്ങളുടെ ജാതിയുടെ പാട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാനും യഥാർത്ഥത്തിൽ ജാതി പറയുന്നതല്ല, ഞാൻ അതിനകത്ത് ജീവിച്ചിരുന്ന ആളാണ്. മറിച്ച് ഒരു സ്വത്വവാദം എന്ന് പറയുന്നത് ശരിയല്ല. സ്വത്വവാദത്തിനെതിരാവുകയും അതെ, കാരണം സ്വത്വവാദമല്ലേ, നമ്മുടേതാണ് ശരി, നമ്മുടേതാണ് ശരി എന്ന് പറയുന്നതിന് പകരം നമ്മുടേതാണ് ശരി എന്ന് പറയുന്ന ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ പാട്ടും അതിനു വേണ്ടിയാണ്. അപ്പോൾ പാട്ട് സംരക്ഷിക്കപ്പെടുമ്പോൾ ആ പാട്ടിലെ മനുഷ്യർ സംരക്ഷിക്കപ്പെടുന്നു, ആ മനുഷ്യരുടെ ജീവിത രീതികൾ സംരക്ഷിക്കപ്പെടുന്നു, ആ മനുഷ്യരെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന്. അതെ, എന്താ വെച്ചാൽ ഒരു ഓരോ കലക്കും ഒരു സാംസ്കാരിക ദൗത്യമുണ്ട്. എനിക്ക് വലിയ ഉറപ്പുണ്ട്. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ മാത്രം എല്ലാ ആളുകളെ പാട്ട് പാടിയതുകൊണ്ട് എൻ്റെ ആ പാട്ട് സാംസ്കാരിക ദൗത്യം പൂർത്തിയാക്കിയ ഒരു കലാരൂപമാണെന്ന് ഞാൻ ഒപ്പം ഒരു കാര്യം കൂടെ, ഇപ്പം ഇത്രയും ഞങ്ങളെ ജനങ്ങളിലേക്ക് പകർത്തിയ ഈ റിപ്പോർട്ടർ ചാനലും എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി ഞങ്ങളെ അറിയിക്കുന്നു. പാട്ടുകൾ സമരാവുകയും പാട്ട് കൊണ്ട് ചൂട്ടുണ്ടായി പ്രതിരോധിക്കാനുള്ള വഴികൾ നാടിനും നാട്ടാർക്കും നൽകുക എന്നാണ് പാട്ട് ഉദ്ദേശിച്ചത്.